ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഈ നെക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. ആദ്യം നമുക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടത് 3.5 ഇഞ്ചാണ്. പിന്നെ ഷോൾഡർ മുതൽ താഴോട്ടേക്ക് 13 ഇഞ്ച് നീളത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുക. ഈ 13 ഇഞ്ച് നീളത്തിലേക്ക് നമ്മൾ ഈ 3.5 ഇഞ്ചിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. ലൈൻ വരച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിന് വേറൊരു നെക്കിന് കൊടുക്കാൻ നമുക്ക് വേറൊരു മെറ്റീരിയൽ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള എക്കോവൻ്റെ മെറ്റീരിയലാണ്. നമുക്ക് ഇതിൻ്റെ നെക്ക് ലെങ്ത്ത് ആ വെള്ള മെറ്റീരിയൽ വെക്കും നമുക്ക് അടയാളപ്പെടുത്താം, അല്ലെ അതിൻ്റെ മുമ്പേ അടയാളപ്പെടുത്താം. നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 6.5 ഇഞ്ചിലാണ്. നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ ഏതാണോ നമ്മൾ നെക്കിന് കൊടുക്കുന്നത് അതിലേക്ക് 1/2 ഇഞ്ച് കൂടുതൽ, കുറച്ച് 1/2 ഇഞ്ചിലധികം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിതിൽ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു വെള്ള ലൈനിങ്ങിൻ്റെ തുണിയോ അല്ലെ വെള്ള എന്ന പീസ് എന്ന് വെച്ചാൽ നമുക്കത് ലൈനിങ്ങിൻ്റെ മോശം വശത്തേക്ക് നല്ല വശം വെച്ച് മേൽഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ള എക്കോവൻ്റെ തുണി തന്നെ 2ആയിട്ട് എടുത്താലും മതി. ഞാനിവിടെ ഒരു പീസേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിന് നടുമടക്കിയതിന് ശേഷം ഇതിന് 3 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തുക. നെക്ക് വിഡ്ത്ത് പോലെ അത് ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഈ നൈറ്റിയുടെ മെറ്റീരിയൽ നമുക്ക് അറ്റത്ത് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. കാരണം നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നൈറ്റിയുടെ നെക്ക് പൂർത്തിയാക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ള എക്കോവൻ്റെ മെറ്റീരിയൽ 3 ഇഞ്ച് അകലത്തിൽ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ നെക്ക് ലെങ്ത്ത് കാണിക്കുന്നതാണ്. 6.5 ഇഞ്ചിലാണ് എടുത്തത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളാണ്. ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് 3 ഇഞ്ച് ഞാൻ പറഞ്ഞല്ലോ. 3 ഇഞ്ച് ഇതിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളിതിൻ്റെ വൈറ്റ് തുണി നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തിരുന്നിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാണ്ട് കാണിക്കുന്നുണ്ട്. അതിങ്ങനെ മടക്കി അറ്റത്ത് വെച്ചത്. എന്നിട്ട് നമുക്ക് ഇതിൽ 6.5 ഇഞ്ച് നമുക്ക് എവിടെയാണോ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്തേക്ക് ഈ വൈറ്റ് തുണി നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഈ നൈറ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ട് മോശം വശത്തേക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ വെള്ള എക്കോവൻ്റെ തുണി ഇതിന് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മേലോട്ട് നമ്മൾ വൈറ്റ് ലേസ് വെക്കുന്നത്. പിന്നെ ഞാൻ ചെയ്ത വേറൊരു ഫ്രണ്ടിൽ എലാസ്റ്റിക് വരുന്ന മോഡൽ. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.